ഹലോ ഗൈസ്, മെറ്റ ആഡ് കോഴ്സിൻ്റെ 6th എപ്പിസോഡിലേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത്. മുമ്പ് സംസാരിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓർമ്മയിൽ വരാത്തതായിട്ടുണ്ടെങ്കിൽ മുന്നത്തെ എപ്പിസോഡ്സ് നിങ്ങൾ വാച്ച് ചെയ്തതിന് ശേഷം ഇത് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ കോഴ്സ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളും അത് മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ നമ്മൾ ലാസ്റ്റ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓഡിയൻസിനെ സെലക്ട് ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് കാറ്റഗറീസിനെ പറ്റിയിട്ടായിരുന്നു. ഏജ് ഗ്രൂപ്പ്, അവരുടെ ഇൻട്രസ്റ്റുകൾ, ജെൻഡർ അല്ലെങ്കിൽ ലൊക്കേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഓഡിയൻസിനെ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രിഫറൻസ് കൊടുക്കുന്ന ആ ഒരു ഏരിയയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ദെൻ ഇനി നെക്സ്റ്റ് ഏരിയയിലേക്ക് പോകുമ്പോൾ പ്ലേസ്മെൻറ്റ്സ് എന്ന് പറയുന്നൊരു ഏരിയയാണ്. അതായത് നമ്മുടെ ആഡ് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മൾ ആഡ് റൺ ചെയ്യേണ്ടത്, ഷോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം, അഡ്വാൻറ്റേജസ് പ്ലസ് പ്ലേസ്മെൻറ്റ്സ്. അത് നോർമലി ഫേസ്ബുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ മാനുവൽ പ്ലേസ്മെൻറ്റ്സ്, ഇങ്ങനെ രണ്ടെണ്ണമാണുള്ളത്. ഇതിൽ അഡ്വാൻറ്റേജസ് പ്ലസ് പ്ലേസ്മെൻറ്റ്സ് ഇതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് നോർമലി ഒരു ഫ്രഷർ അല്ലെങ്കിൽ ആദ്യമായിട്ട് ആഡ്സ് റൺ ചെയ്യുന്ന ഒരാൾക്ക് കൂടുതൽ റെക്കമെൻഡഡ് ആയിട്ടുള്ള, നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഏരിയയാണ് അഡ്വാൻറ്റേജസ് പ്ലസ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഫേസ്ബുക്ക് തന്നെ അവരുടെ ഒരു അൽഗോരിതം ബേസ് ചെയ്തിട്ട് എവിടെയാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ ബജറ്റും നമ്മുടെ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ റിസൾട്ട്സൊക്കെ ബേസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, അവരുടേതായിട്ടുള്ള ഒരു ഐഡിയ വെച്ചിട്ട് പ്ലേസ്മെൻറ്റ് ചെയ്യും. മീൻസ് നമ്മുടെ ആഡ് റൺ ചെയ്യും. എവിടെയാണ്, എങ്ങനെയാണ് ഇത് ഷോ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അവർ തന്നെയാണ് ഡിസൈഡ് ചെയ്യുക. ഈ അൽഗോരിതമാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഒരു സ്റ്റാർട്ടർക്ക് അല്ലെങ്കിൽ ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഈ ആഡ് റൺ ചെയ്ത് അവസാനം അതിൻ്റെ ഒരു അനാലിസിസ് എടുക്കുന്ന സമയത്ത്, റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഏത് ഏരിയയിലാണ് ഇവർ റൺ ചെയ്തതിൽ ഏത് ഏരിയയിലാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് ഉള്ളത് എന്നുള്ള കാര്യം, എവിടെയാണ് കുറവ് റിസൾട്ട് ഉള്ളത്, എവിടെയാണ് കൂടുതൽ റീച്ച് കിട്ടിയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള ഒരു അനാലിസിസ് നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. അത് വെച്ചിട്ട് നെക്സ്റ്റ് ടൈം നമ്മൾ ഈ പറയുന്ന ആഡ് റൺ ചെയ്യുമ്പോൾ മാനുവൽ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക്, ഏരിയയിലേക്ക് പോകുമ്പോൾ കൂടുതൽ എന്തുകൊണ്ടാണെന്നുള്ളത് കൂടുതൽ മനസ്സിലാക്കാനും പറ്റും. അത് എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് മാനുവൽ പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത് എവിടേക്കാണ് നമ്മുടെ ആഡ് കാണിക്കേണ്ടത്, എവിടെയാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കതിൽ ഫസ്റ്റ് ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ഡിവൈസസ് കാണിക്കുന്നുണ്ട്. ഏതൊക്കെ ഡിവൈസസിലാണ് നമ്മുടെ ആഡ് റൺ ചെയ്യേണ്ടത്, മൊബൈലാണോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആണോ എന്നുള്ളത്. അതിൽ നമുക്ക് രണ്ടും ചൂസ് ചെയ്യാം, മൊബൈൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ചൂസ് ചെയ്യാം. ഇതിലേതെങ്കിലും ഒന്ന് മാത്രമായിട്ട് ചൂസ് ചെയ്യാം. ദെൻ അതിന് താഴെയുള്ള പ്ലാറ്റ്ഫോംസ്, ഏതൊക്കെ പ്ലാറ്റ്ഫോംസിലാണ് ഈ ആഡ് വരിക എന്നുള്ളത്. മെറ്റാ ആഡ്സ് മെയിൻലി വരുന്നത് 4 കാറ്റഗറി ആയിട്ടാണ്. അതായത് ഫേസ്ബുക്കിൽ വരും, ഇൻസ്റ്റാഗ്രാമിൽ വരും, ഓഡിയൻസ് നെറ്റ്വർക്കിൽ വരും, അതുപോലെ തന്നെ മെസ്സഞ്ചറിൽ വരും. ഇതിൽ ഈ മെസ്സഞ്ചർ നമുക്കിപ്പോൾ ചൂസ് ചെയ്യാൻ പറ്റാത്തതായിട്ട് കാണാം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ലീഡ് ജനറേറ്റിംഗ് ആഡ് എന്ന് പറയുന്നത് നമുക്ക് മെസ്സഞ്ചറിൽ സാധാരണ രീതിയിൽ അവൈലബിൾ അല്ല എന്നുള്ളത് കൊണ്ടാണ് അതങ്ങനെ കൊടുത്തിട്ടുള്ളത്. സോ ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഓഡിയൻസ് നെറ്റ്വർക്ക്, ഇത് മൂന്നും സെലക്ട് ചെയ്യാം. നോർമലി ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഈ ഓഡിയൻസ് നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാത്തതാണ് നല്ലത്. എന്താണ് ഈ ഓഡിയൻസ് നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ, നമ്മൾ പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ ഫേസ്ബുക്ക് നമ്മുടെ ആഡ് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ആപ്ലിക്കേഷൻസിൽ നമ്മുടെ ആഡ് റൺ ചെയ്യുന്നു. ആ ഒരു സംഭവമാണ് ഈ ഓഡിയൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആവാം, വെബ്സൈറ്റ്സ് ആവാം, അതൊക്കെ ഇതിലാണ് ഉൾക്കൊള്ളിക്കുന്നത്. സോ നമ്മൾ മെയിൻലി ചൂസ് ചെയ്യേണ്ടത്, ഓപ്റ്റ് ചെയ്യാൻ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഇതിലേതെങ്കിലും പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യാനാണ്. ഇനി ഈ 2 പ്ലാറ്റ്ഫോംസിൽ തന്നെ എവിടേക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, ഫീഡിൽ വരാൻ പറ്റും. അതുപോലെ ഫേസ്ബുക്ക് ഫീഡിൽ വരുന്നതുണ്ട്, പ്രൊഫൈൽ ഫീഡിൽ വരുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫീഡിൽ വരുന്നത്, നമ്മുടെ പ്രൊഫൈൽ ഫീഡിൽ വരുന്നതുണ്ട്. ഇത് ഓരോന്നും ഡിഫറെൻ്റ് ആണ്. അത് നമുക്ക് ആ പേരിൽ തന്നെ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ ഇത്രയും ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അത് ആദ്യം കൊടുത്തത് ഫീഡ്സ് ആണ്, രണ്ടാമത്തത് സ്റ്റോറീസ് ആൻഡ് റീൽസ്. നമ്മുടെ റീൽസിൽ അതുപോലെ തന്നെ സ്റ്റോറീസിലൊക്കെ ആഡ് വരുന്നു. അതുപോലെ തന്നെ ഇൻസ്ട്രീം ആഡ്സ് ഫോർ വീഡിയോസ് ആൻഡ് റീൽസ്. അതായത് നമ്മൾ റീൽസ് പ്ലേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീനൊക്കെ ആയിട്ട് ആഡ്സ് വരാറുണ്ട്. അത് നമുക്ക് സ്കിപ്പ് ചെയ്യുന്ന ഓപ്ഷനായിട്ടും അല്ലാതെയും വരാറുണ്ട്. പിന്നെ വരുന്നത് സെർച്ച് റിസൾട്ടിൽ ഏതെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റിസൾട്ട്സിലും ഈ നമ്മുടെ ആഡ്
എന്താ പറയുക ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ദെൻ മെസ്സേജസിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ആൻഡ് സൈറ്റ്സ്. ഇവിടെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ആഡ് റൺ ചെയ്യാനുള്ള ഏരിയാസ് നമുക്ക് പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളത് എന്നുള്ളതാണ്. സോ ഇനി അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് സ്പെസിഫിക് മൊബൈൽ ഡിവൈസസ് ആൻഡ് ഓപ്പറേഷൻ സിസ്റ്റംസ്. അതായത് ചില ആഡുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പെർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ഡിവൈസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ കാറ്റഗറിക്ക് വേണ്ടിയിട്ടായിരിക്കും. അതിലുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മൊബൈലിൻ്റെ കവർ കേസ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ആഡാണ് ചെയ്യുന്നത് എന്ന് കരുതാം. അപ്പോൾ ആൻഡ്രോയിഡ് ആണ് നമ്മൾ ചെയ്യുന്ന ഫോൺ, മീൻസ് നമ്മളൊരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ കേസാണ് അല്ലെങ്കിൽ പൗച്ചാണ് നമ്മൾ മീൻസ് ആഡിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്ന ആളുകൾക്കാണ് അല്ലെങ്കിൽ ആ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ ഒരു പൗച്ച് വേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, സ്പെസിഫിക്കലി അവിടെ പ്രൊവൈഡ് ചെയ്യാണ് ആ ഡീറ്റെയിൽസ്, ആർക്കാണ് ഈ ഒരു ആഡ് എത്തിക്കേണ്ടത് എന്നുള്ളത് നമ്മളവിടെ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യാണ്. സോ അതിൽ ഡിവൈസിൻ്റെ പേര്, മോഡൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഏത് ഡിവൈസിലാണ് കാണിക്കേണ്ടത്, ഏതൊക്കെ ഡിവൈസിൽ കാണിക്കണ്ട എന്നുള്ളൊരു ഓപ്ഷനും കൂടി അവിടെ നമുക്ക് മെൻഷൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതായത് ഒരു സിമിലാരിറ്റി ഉള്ള ഫോണുകൾ ആളുകൾ എന്ത് ചെയ്യും, ഇതിൽ കൊടുത്തിട്ട് അതിനനുസരിച്ചുള്ള ആഡുകൾ കാണിക്കാം, മീൻസ് സെർച്ച് ചെയ്യാം. സോ അങ്ങനത്തെ ആളുകൾക്ക് ഇത് വേണ്ട, അങ്ങനത്തെ ആളുകളിലേക്ക് ഇത് എത്തിക്കേണ്ട എന്നുള്ളൊരു ഡിസിഷൻ നമുക്ക് അവിടെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ എക്സ്ക്ലൂഡ് സ്കിപ്പബിൾ ആഡ്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസ്ട്രീം വീഡിയോസിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബൊക്കെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ വീഡിയോസ് ആഡ് കാണാറുണ്ട്. അതൊരു 5 സെക്കൻഡ് ചിലപ്പോൾ 30 സെക്കൻഡൊക്കെ കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കാണിക്കും. അപ്പം ആ ഒരു ഓപ്ഷൻ, അതായത് ഈ ആഡ് കാണുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ, അതിനുള്ളൊരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കണോ വേണ്ടേ എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഡോണ്ട് ഇൻക്ലൂഡ് സ്കിപ്പബിൾ ആഡ്സ് ഇൻ ദിസ് ആഡ് സെറ്റ്. അതായത് നമ്മുടെ ഈ ആഡ് വരുന്ന സമയത്ത് അത് ആളുകൾ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കാണണം എന്നുള്ളൊരു ഓപ്ഷനാണ്. അതിന് നമ്മളത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലാണ് വരിക. എന്നാൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളൊരു ഭാഗമാണ് ബ്രാൻഡ് സേഫ്റ്റി ആൻഡ് സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു പേര് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം എന്താണ് ഈ സെറ്റിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, ഇതിൻ്റെ ഡിഫറെൻറ്റ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ ഈ റൺ ചെയ്യുന്ന ആഡ് ഏത് ബ്രാൻഡിൻ്റെതാണ്, ആ ബ്രാൻഡിന് അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവാം, അവരുടേതായിട്ടുള്ള കൺസേൺസ് ഉണ്ടാവാം, അവരുടേതായിട്ടുള്ള ഐഡിയോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ ബേസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ വലിയ ബിഗ് സ്കെയിലുള്ള ബ്രാൻഡുകളൊക്കെ ചെയ്യുന്നൊരു വളരെ സൂക്ഷ്മമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ആഡ് റൺ ചെയ്യുന്നതിൻ്റെ ഒരു എന്താ പറയുക ലിമിറ്റേഷൻസും അതുപോലെ തന്നെ കൺട്രോളൊക്കെ കൊണ്ടുവരാനുള്ള ഒരു സെറ്റിങ്സാണിത്. അതായത് ബ്രാൻഡിൻ്റെ സേഫ്റ്റി, അതുപോലെ തന്നെ ബ്രാൻഡിൻ്റെ ഒരു എന്താ പറയുക സ്യൂട്ടബിലിറ്റി, ആഡിൻ്റെ ഒരു സ്യൂട്ടബിലിറ്റി, എവിടെയാണ് ഈ ആഡ് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത്. അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാറിൻ്റെ ഒരു ആഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് കരുതുക. അപ്പം ഈ ആഡ് എവിടേക്ക് വരണം? ഇപ്പം എക്സാമ്പിൾ പറയുന്നത് ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസിൻ്റെ വെബ്സൈറ്റിൽ ഏതെങ്കിലും ഒരാൾ കാർ ആക്സിഡൻറ്റിൽ മരിക്കുന്നതോ അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആവുന്നതോ ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു കണ്ടൻറ്റ് വരുന്ന സ്ഥലത്ത് നമ്മൾ ഈ കാറിൻ്റെ ഒരു ആഡ് കൊടുക്കണം. അത് എത്രത്തോളം ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്നുള്ളത് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം കാണുന്ന ആളുകൾക്കും ആ ബ്രാൻഡിനോടുള്ള ഒരു അവയർനെസ് നെഗറ്റീവായിട്ടാണ് അവിടെ കിട്ടുക. അതായത് അവിടെ ആ ഒരു ഏരിയയിൽ എന്തല്ല, ആ ഒരു ആഡ് സ്യൂട്ടല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കൂളിൻ്റെ ആഡ് നമ്മളവിടെ കൊടുക്കുകയാണ്, ഏതെങ്കിലും ഡേറ്റിംഗ് ആപ്പിൻ്റെ വെബ്സൈറ്റിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്പിൻ്റെ എന്താ പറയുക ഇൻസ്ട്രീം വീഡിയോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഇടയിൽ ആ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നത് എത്രത്തോളം ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്നത് നമുക്ക് ആലോചിക്കാം. പിന്നെ ഇതാണ് സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മളെ ഈ ആഡിൻ്റെ മീൻസ് ഈ ഒരു കമ്പനിയുടെ ബ്രാൻഡിൻ്റെ ആഡ് എന്ന് പറയുന്നത് വളരെ സ്കാം ഒക്കെ ഉള്ള വെബ്സൈറ്റിൽ, അതുപോലെ തന്നെ ആളുകളുടെ എന്താ പറയുക ട്രാഫിക്കിംഗ് കൂടുന്നതിന് അനുസരിച്ചിട്ടുള്ള വെബ്സൈറ്റുകളിൽ ഈ ആഡ് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ വെബ്സൈറ്റ് സ്കാം ആണോ അല്ലെങ്കിൽ എത്രത്തോളം സെക്യൂർ ആണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമ്മുടെ ആഡ് എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ബ്രാൻഡ് സേഫ്റ്റി ആൻഡ് സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത്. ഇതിന് പലതരത്തിലുള്ള
എന്താ പറയുക ആഡ് കൺട്രോളിങ് ഫിൽട്രേഷൻസ് ഒക്കെ ഉണ്ട്. അതിലൊന്നാണ് ഈ ഇൻവെൻട്രി ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫിൽറ്ററാണ്. അതിന് 3 കാറ്റഗറി ആയിട്ട് നമുക്ക് പറയാം. എക്സ്പാൻഡഡ് ഇൻവെൻട്രി, അതുപോലെ തന്നെ മോഡറേറ്റ് ഇൻവെൻട്രി, ലിമിറ്റഡ് ഇൻവെൻട്രി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എത്രത്തോളം നമുക്ക് ഈ ഒരു ആഡിനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സോ ഈ ഇൻവെൻട്രി ഫിൽട്രേഷൻ്റെ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു 3 ഓപ്ഷൻസാണ് ഉള്ളത്. ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എക്സ്പാൻഡഡ് ഇൻവെൻട്രി എന്ന് പറയുന്നത് നമ്മുടെ കണ്ടൻറ്റ് ഏറ്റവും റീച്ചിലേക്ക് എത്തുന്ന ഒരു ഓപ്ഷനാണ്. അതായത് യാതൊരു തരത്തിലുള്ള കൺട്രോളോ അല്ലെങ്കിൽ റെഗുലേഷൻസോ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല. ഒരു കണ്ടൻറ്റ് മോണിറ്റൈസേഷനോ അല്ലെങ്കിൽ മീൻസ് ഒരു ഏതെങ്കിലും ഒരു തരത്തിലുള്ള പോളിസീസിനെ ബേസ് ചെയ്തിട്ടോ അങ്ങനെ ഒന്നും ഈ ഒരു ബ്രാൻഡിൻ്റെ ഒരു തരത്തിലുള്ള കൺട്രോളോ കാര്യങ്ങളോ ഒന്നും എന്തിലില്ല. എക്സ്പാൻഡഡ് ഇൻവെൻട്രി എന്ന് പറയുന്ന മീൻസ് ഇൻവെൻട്രി എന്ന് പറയുന്ന ഏരിയയിലില്ല. ദെൻ വരുന്നത് മോഡറേറ്റ് ഇൻവെൻട്രി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കണ്ടൻറ്റിന് ഒരു മിനിമൽ കൺട്രോൾ മാത്രമാണ് അതിലുള്ളത്. അതായത് ഭയങ്കര ലിമിറ്റഡും അല്ല, എന്നാൽ ഭയങ്കര റീച്ച് കിട്ടുന്ന അല്ലെങ്കിൽ അത്യാവശ്യം ഓപ്പണും അല്ല. അതായത് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ മാത്രം എക്സ്ക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു കൺട്രോൾ ഇതിൽ വരുന്നില്ല. അത്രത്തോളം സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ എന്ത് ചെയ്യുന്നു, എക്സ്ക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ ലിമിറ്റഡ് ഇൻവെൻട്രി എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും എന്താ പറയുക ഹയസ്റ്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഹയസ്റ്റ് സ്യൂട്ടബിലിറ്റി ആൻഡ് സേഫ്റ്റി ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നത്. അതായത് എത്രത്തോളം കണ്ടൻറ്റുകൾ നമുക്ക് എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറയുന്നത്. എക്സ്ക്ലൂഡ് അഡീഷണൽ സെൻസിറ്റീവ് കണ്ടൻറ്റ്സ് ആസ് വെൽ ആസ് ലൈവ് വീഡിയോസ്. അതായത് ചില കമ്പനികൾക്ക് അവരുടേതായിട്ടുള്ള പോളിസീസ് ഉണ്ടാവും. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എവിടേക്കാണ് ഈ ആഡ് റൺ ചെയ്യേണ്ടത്, കാണിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഫേസ്ബുക്കിൽ ലൈവ് പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ നമ്മൾ ആഡ് റൺ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്, ആളുകൾക്ക് അരോചകം ഉണ്ടാക്കുന്ന കാര്യമാണ്. സോ അത് ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞതാണ്. അപ്പോൾ അത്തരം ഏരിയകളിൽ അത്തരം സെൻസിറ്റീവ് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഒരു മിനിമം സെൻസിറ്റിവിറ്റി വരെ അവിടെ എന്ത് ചെയ്യാണ്, അവർ കൺട്രോൾ ചെയ്തിട്ടാണ് ആഡുകൾ റൺ ചെയ്യുന്നത്. ദിസ് ലോവേഴ്സ് റീച്ച് ആൻഡ് ക്യാൻ ഇൻക്രീസ് കോസ്റ്റ്. അതായത് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷേ അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ റീച്ച് വളരെ കുറവായിരിക്കും. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് റീച്ച് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇതിനുള്ള കോസ്റ്റും കൂടുതലാണ്. കാരണം അത്രത്തോളം ഒരു കീനായിട്ടുള്ള ഒബ്സർവേഷനും അതുപോലെ തന്നെ ഫിൽട്രേഷനൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. സോ എന്ത് ചെയ്യും, അതിന് അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ റീച്ച് അത്രയും കുറവായിരിക്കും. ദെൻ ഏതൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള മീൻസ് കണ്ടൻറ്റുകൾ, ഇതിന് തൊട്ട് താഴെയായിട്ടൊരു സീ ദ ലിസ്റ്റ് ഓഫ് വിച്ച് കണ്ടൻറ്റ്സ് ഈസ് ഇൻക്ലൂഡഡ് ആൻഡ് എക്സ്ക്ലൂഡഡ് എന്ന് പറയുന്നൊരു ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ 3 കാറ്റഗറിയിൽ ഏതൊക്കെ കണ്ടൻറ്റുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, എക്സ്ക്ലൂഡ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഇതിന് തൊട്ട് താഴെ നേരത്തെ പറഞ്ഞ പോലെ അപ്ലൈസ് ഓൺലി ടു ഓഡിയൻസ് നെറ്റ്വർക്ക്. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻസ്ട്രീം വീഡിയോസിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. രണ്ടാമത് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓഡിയൻസ് നെറ്റ്വർക്കിനാണ്. അതായത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്, തേർഡ് പാർട്ടി വെബ്സൈറ്റ്സിൽ നമ്മുടെ ആഡ് റൺ ചെയ്യുന്ന സമയത്ത് അതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അതിൻ്റെയും കാര്യങ്ങൾ. ലിമിറ്റഡ് ഇൻവെൻട്രി, അതുപോലെ തന്നെ മോഡറേറ്റ്, എക്സ്പാൻഡഡ് ഇൻവെൻട്രി, ഈ 3 ഓപ്ഷൻസ് തന്നെയാണ് വരുന്നത്. ദെൻ തൊട്ട് താഴേക്ക് വരുമ്പോൾ ബ്ലോക്ക് ലിസ്റ്റ്. ഏതൊക്കെ സൈറ്റ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസ് അല്ലെങ്കിൽ ഏതൊക്കെ പേജസ് നമുക്ക് എന്ത് ചെയ്യണം, ബ്ലോക്ക് ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് എ ബ്ലോക്ക് ലിസ്റ്റ്. അത് ആ ഒരു ഏരിയ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പേജിലേക്ക് റീഡയറക്റ്റ് ആവും. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഏതൊക്കെ ഏരിയാസ് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കാം. കണ്ടൻറ് ടൈപ്പ് എക്സ്ക്ലൂഷൻ, കണ്ടൻറ് വൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഏരിയാസ് മീൻസ് ആഡ് റൺ ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് എക്സ്ക്ലൂഡ് ഓൾ ലൈവ് വീഡിയോസ് ഫ്രം ഫേസ്ബുക്ക് ഇൻസ്ട്രീം വീഡിയോ ആഡ്സ്. അതായത് നമ്മൾ ഫേസ്ബുക്കിൽ ഇൻസ്ട്രീം വീഡിയോസിലൊക്കെ ലൈവ് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈവ്സിലൊക്കെ എന്ത് ചെയ്യേണ്ടത്, ഈ ആഡിനെ എക്സ്ക്ലൂഡ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻസാണ്. ദെൻ നെക്സ്റ്റിലേക്ക് പോവാം. ഏകദേശം ഇപ്പോൾ ആ ഒരു സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു ലീഡ് ആഡ് എന്ത് ചെയ്തു, നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്രത്തോളമാണ് ഇതിൻ്റെ ഒരു ലീഡ് ആഡ് നമ്മൾ റൺ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് മീൻസ് സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ഇത്രത്തോളമാണ്. സോ
സോ ഗൈസ്, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് നമ്മൾ ആദ്യം ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തു, മറ്റേ ആഡ്സിൻ്റെ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ ആഡ് സെറ്റ്, ഒരു ലീഡ് ആഡ് സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി എങ്ങനെയാണ് ആഡ് കൊടുക്കുന്നത്, ഇനി എങ്ങനെയാണ് ഒരു ആഡ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി പറയുന്നത്, നമ്മളൊരു ബിഗിന്നർ മോഡിലാണ്, അല്ലെങ്കിൽ ഒരു ബിഗിന്നർ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലാണ്, വളരെ സിമ്പിളായിട്ടാണ് ഈ ഏരിയാസ് നമ്മൾ കവർ ചെയ്ത് പോയിട്ടുള്ളത്. അത് കൂടുതൽ കൺഫ്യൂഷൻസ് ഉള്ള ഏരിയാസ് നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം, ഡൗട്ട്സ് ചോദിക്കാം, നമ്മളതിന് ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്യുക. നിങ്ങളിത് ട്രൈ ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോസ് കണ്ടുകൊണ്ട് അതിൻ്റെ കൂടെ പ്രാക്ടിക്കലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും തറോ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റും. സോ ഇനി അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.